നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു പടി കടന്നുകൊണ്ട് മൗറീഷ്യസിൽ ഒരു പ്രത്യേക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഇറക്കിയിരിക്കുന്നത് അവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹിന്ദു വിശ്വാസികളായ ഉദ്യോഗസ്ഥർക്ക് ജനുവരി 22-ാം തീയതി 2 മണിക്കൂറാണ് പ്രത്യേകമായ അവധി അനുവദിച്ചിരിക്കുന്നത്. ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനെ അടയാളപ്പെടുത്തുന്ന പ്രാദേശിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയം വിനിയോഗിക്കാം എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങ് സുപ്രധാനമായ ഒരു സംഭവമാണ് എന്നുകൂടി മൗറീഷ്യസ് ഭരണകൂടം പറയുന്നു. രാമക്ഷേത്രം തുറക്കുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ പലവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ഉൾപ്പെടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കും എന്നുള്ള വാർത്തകൾ മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രാമക്ഷേത്രം തുറക്കുന്നത് പല രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വളരെയധികം ആഹ്ലാദം നൽകുന്നുവെന്ന് യുഎസിലെ തായ്ലൻഡിന്റെ അംബാസിഡറായ താനി സംഗ്രത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തായ്ലൻഡിലെ മാത്രമല്ല, തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളമുള്ള നിരവധി രാജ്യങ്ങളിലും ഏഷ്യ പസഫിക്കിലുടനീളം നമ്മുടെ പൊതുസംസ്കാരം ആഘോഷിക്കപ്പെടുന്നതും രാമൻ തിരികെ ഭവനത്തിലേക്ക് വരുന്നതും ജനങ്ങളുടെ സന്തോഷമാണ് എന്നുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതിനോടകം തന്നെ സീതാദേവിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കുന്ന നേപ്പാളിൽ നിന്ന് നിരവധി സമ്മാനങ്ങൾ ഈ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ നിന്നും സമ്മാനങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹൈന്ദവ പുരാണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ചില പ്രത്യേകമായ അവധികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. എന്തായാലും മൗറീഷ്യസിൽ മാത്രമല്ല, ജനുവരി 22-ാം തീയതിക്ക് മുൻപായി പല രാജ്യങ്ങളിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.